പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ദൈവം യേശുക്രിസ്തു നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നു. യേശുവിലാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ പാപത്തിന് മോചനമുള്ളത് യേശുവിലാണ്. റിഡംഷൻ ഓഫ് സിൻസ് എന്ന് പറഞ്ഞാൽ അത് യേശുവിലാണ് അല്ലെ. ഒരു കാലത്ത് നമ്മുടെ പാപത്തിൽ മരിച്ചവരായിരുന്നവർ നമ്മളെ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിച്ച് യേശുവിൻ്റെ ഒപ്പം തന്നെ നമ്മളെ ഹെവൻലി റിലംസിൽ ഇരുത്തിയിരിക്കുന്നു. നമ്മുടെ പിതാവ് യേശുവിലായിരിക്കുന്നത് കൊണ്ടാണ് നമ്മളോട് പിതാവ് പുറത്തിരിക്കുന്നത്. യേശുവിലായിരിക്കണം. ഒരു സമൂഹത്തിൽ യേശു ഇല്ല എങ്കിൽ ആ സമൂഹം ഇരുട്ടിൽ തന്നെയായിരിക്കും. അതല്ലേ നമ്മൾ ഇന്ന് കാണുന്നത് മൊത്തം അല്ലെ. അപ്പോൾ ഒരു ചർച്ചിന്റെ കാര്യം ഒന്ന് വിചാരിച്ചു നോക്കുക. സമൂഹത്തിന്റെ കാര്യത്തെക്കാളും ഉപരിയായിട്ട് ചർച്ചിന്റെ കാര്യം പറയുവാണെങ്കിൽ, ചർച്ചിൽ ദൈവമില്ലെങ്കിൽ, യേശു ക്രിസ്തു ഇല്ല എങ്കിൽ ആ ചർച്ചിന്റെ കാര്യം എങ്ങനെയായിരിക്കും? അതും ഡാർക്ക്നെസ്സിലായിരിക്കും. പിശാചിനെ അറിയാതെ പോലും വർഷിപ്പിച്ച് ചെയ്തു പോകുന്ന ഒരു ചർച്ചായി പോകുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. നമ്മൾ വരും ദിവസങ്ങളിൽ യേശുക്രിസ്തുവിന്റെ ഒരു ദിവസത്തിനായിട്ട് നമ്മൾ ഡിസയർ ചെയ്യുന്ന സമയം വരും അല്ലെ. ഒരു ദൈവത്തിന്റെ വചനത്തിന്റെ ഒരു ഫാമീൻ തന്നെ ഉണ്ടാകുന്ന ഒരു സമയം വരും എന്ന് പറഞ്ഞൊരു വരൾച്ച തന്നെ ഉണ്ടാകുന്ന സമയം വരും എന്ന് പറഞ്ഞിരിക്കുന്നു. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിനോട് നിൽക്കാനോ ദൈവത്തിന്റെ വചനം പ്രീച്ച് ചെയ്യാനോ മനസ്സുള്ള ആൾക്കാർ കുറഞ്ഞു വരുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത് അല്ലെ. അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ച് സംസാരിക്കും. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ വചനത്തിനാണ് നന്ദി പറയുന്നു. അങ്ങയുടെ രക്തത്തിനാണ് നന്ദി പറയുന്നു. അങ്ങയുടെ രക്തം കൊണ്ടാണ് ഞങ്ങൾ വീണ്ടെടുത്തിരിക്കുന്നത്. അങ്ങയുടെ ജീവനാണ് ഞങ്ങളുടെ ജീവിതത്തിന് പകരമായിട്ട് അങ്ങ് കൊടുത്തത്. താങ്ക് യു ജീസസ്. സ്നേഹത്തിനായി നന്ദി പറയുന്നു കർത്താവേ. അങ്ങയുടെ സ്നേഹം പോലൊരു സ്നേഹമില്ല. താങ്ക് യു ജീസസ്. ഞങ്ങളോട് പുറത്തേനും ഞങ്ങളോട് കർത്താവ് ഇന്നും സ്നേഹത്തോടെ തന്നെ പെരുമാറുന്നതിനായിട്ട് നന്ദി പറയുന്നു. യേശു നന്ദി പിതാവ്. ഞങ്ങളുടെ പാപത്തിനനുസരിച്ച് അങ്ങ് ഒരിക്കപ്പോഴും ഞങ്ങളോട് പെരുമാറിയിട്ടില്ല. എന്നും ക്ഷമയോടുകൂടി എന്നും കരുണയോടുകൂടി മാത്രം അങ്ങ് ഞങ്ങളോട് പെരുമാറിയിരിക്കുന്നു. നന്ദി പിതാവ്. ഹോളി സ്പിരിറ്റ് ഗോഡ്, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു. പിതാവെ, അങ്ങേക്കായിട്ട് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് പോകാം. ലൂക്കോസ് എഴുതിയ സുവിശേഷത്തെ 17-ാമത്തെ ചാപ്റ്ററിന്റെ 22-ഉം 23-ഉം വാക്കുകൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവൻ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും, കാണുകയില്ല താനും. അന്നു നിങ്ങളോട് ഇതാ ഇവിടെ, ഇതാ എന്നും അതാ അവിടെ എന്നും പറയും, നിങ്ങൾ പോകരുത്, പിൻചെല്ലുകയും വരുത്. അപ്പൊ അതിനു മുമ്പ് 20-ഉം 21-ഉം വാക്കുകൾ വായിക്കുമ്പോൾ നമുക്കറിയാം, പരീശന്മാര് യേശുവിനോട് ഒന്ന് ചോദിക്കും, ദൈവരാജ്യം എങ്ങനെയാണ്, എപ്പോഴാണ് വരുന്നതെന്ന് ചോദിക്കുന്നത്. അപ്പൊ യേശുക്രിസ്തു പറയുന്നു, അത് അവിടെയാണ് ഇവിടെയാണെന്ന് പറയുമ്പോൾ ഉള്ളതല്ല, ദൈവരാജ്യം നമ്മുടെ ഇടയിൽ തന്നെ ഉള്ളതാണ് അല്ലെ. നമ്മളുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ് ദൈവരാജ്യം. ദൈവം പ്രവർത്തിക്കുന്നത് അതാണ്, അങ്ങനെയാണ് അല്ലെ. അപ്പം അത് ഒബ്സർവേഷൻ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമില്ല. ദൈവം ഓരോ വ്യക്തിയുടെയും ജീവിതം അല്ലെ, താറുമാറെ കടന്നിരുന്ന ജീവിതത്തെ അത് ദൈവത്തിന്റെ വഴി കൂടെ വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ രാജ്യം സൃഷ്ടിക്കപ്പെടുന്നു. വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവരാജ്യം സൃഷ്ടിക്കപ്പെടുന്നു അല്ലെ. അപ്പൊ അങ്ങനെ സൊസൈറ്റിയിലെ എല്ലാവരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുമ്പോൾ സൊസൈറ്റിയിൽ ദൈവത്തിന്റെ രാജ്യം വരുന്നു അല്ലെ. അത് തന്നെയാണ് ദൈവത്തിന് വേണ്ടത്. തന്റെ കിങ്ഡം ഈ ലോകത്തിൽ വരണം എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതിനുവേണ്ടി നിൽക്കുന്നവരും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നവരും ആയിരിക്കണം അല്ലെ. ദൈവത്തിന്റെ മനുഷ്യരുടെ ഇടയിൽ ആ ഗ്യാപ്പിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ കിങ്ഡം ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യർ ആയിരിക്കണം നമ്മൾ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. ലോകത്തിന്റെ ആദ്യത്തിന് മുമ്പ്, ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഭൂമി സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. യേശുവിനു വേണ്ടിയും അവന് വേണ്ടി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും അവന് നമ്മളെ സ്നേഹിക്കുന്നതിന് വേണ്ടിയും അല്ലെ. അപ്പൊ യേശു അവിടെ പറഞ്ഞിരിക്കുന്ന തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണാൻ ആഗ്രഹിക്കുന്ന കാലം വരും. അപ്പൊ അന്നുള്ള ശിഷ്യന്മാരുടെ ഒരു കാര്യം എടുത്ത് നോക്കി. പത്രോസ്, ജോണ്, ജെയിംസ്, ബാക്കി നഥാനിയേൽ, അങ്ങനെയുള്ള ശിഷ്യന്മാർ, അവര് ദൈവത്തിന്റെ രാജ്യം വരുന്നത് കാണാതിരുന്നു? ഇല്ല. അവര് ദൈവത്തിന്റെ രാജ്യത്തിനോട് നിലനിന്നു. അവര് കണ്ടു ദൈവത്തിന്റെ രാജ്യം വരുന്നു. മനുഷ്യരുടെ ജീവിതം മാറി മറിയുന്ന അവര് കണ്ടു അല്ലെ. അവരെ കയ്യാൽ അവർ സുഖപ്പെടുത്തി ആൾക്കാരെ അല്ലെ. അവരുടെ സംസാരം, അവരുടെ പ്രീച്ചിങ് കൊണ്ട് 3000 പേരെ ഒറ്റയടിക്ക് രക്ഷിക്കപ്പെട്ട ചരിത്രമുള്ളൂ അവര് കണ്ടു. അപ്പൊ അവര് കണ്ടു ദൈവത്തിന്റെ കിങ്ഡം വരുന്നത്. പിന്നെ ഏത് ശിഷ്യന്മാരോട് ദൈവം പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ഒരു ദിവസം കാണാൻ ആഗ്രഹിക്കുന്ന കാലം വരും എന്ന് പറയുന്ന ആരോടെ പറ്റി പറയുന്നു? നമ്മളോടാ പറയുന്നത്. ശിഷ്യന്മാരും ദൈവം പറയുമ്പോ അന്നത്തെ ശിഷ്യന്മാർ തന്നെയല്ലേ ഇന്നും നമ്മളെല്ലാവരും ശിഷ്യന്മാരാണ്. അപ്പൊ നമ്മളോട് ദൈവം പറയുക, നമ്മളോട് പറയുന്ന, നമ്മൾക്ക് ദൈവത്തിന്റെ ഒരു ദിവസം കാണുന്ന, യേശുക്രിസ്തുവിന്റെ ഒരു ദിവസം കാണാൻ ആഗ്രഹിക്കുന്ന ദിവസം വരും എന്ന് പറയുക അല്ലെ. അന്നാ അത് കാണാൻ
സാധിക്കത്തുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണ്ടത്തെ ശിഷ്യന്മാര് ആദ്യത്തെ അപ്പോസ്തലന്മാർ നിന്ന പോലെ ഒരു നിൽക്കാൻ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടി ദൈവത്തിന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ വേണ്ടി തയ്യാറാകുന്ന പലരും ഉണ്ടാകില്ല ഈ സമയത്ത് എന്ന് ചുരുക്കം അല്ലെ. പല ചർച്ചുകളും ദൈവം യേശുക്രിസ്തു സംസാരിക്കുന്ന നമ്മളോടാണെങ്കിൽ ചർച്ചിനോടാണ് സംസാരിക്കുന്നത്. യേശുവാണ് തല, ശരീരമാണ് ചർച്ച് അല്ലെ. അപ്പൊ യേശുവിന്റെ കാലം വരാൻ നമ്മൾക്ക് കാണുന്നത് കൊതിയായി വരുന്ന ഒരു കാലം എന്ന് പറയുമ്പോ ഹെഡ് എങ്ങനെയാണ് വർക്ക് ചെയ്തത്, യേശുക്രിസ്തുവാണ് എങ്ങനെയാണ് വർക്ക് ചെയ്തത്, യേശുവിന് എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്ന് ഇന്ന് ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 14ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെയ്തതിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യും, കാരണം ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡിനെ വിട്ടു കഴിയുമ്പോൾ നമ്മൾക്ക് അതിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള വർക്ക് ചെയ്ത് യേശു ചെയ്തതിനേക്കാളും അല്ലെ. ഗ്രേറ്റ് എന്ന് പറയുമ്പോ ക്വാളിറ്റീന്റെ കാര്യത്തിലല്ല പറയുന്നത് അല്ലെ, അതിന്റെ എന്താ പറയുന്നത് ക്വാളിറ്റി അല്ല പറയുന്നത്, ക്വാണ്ടിറ്റി അല്ലെ, നമ്പർ. ആ നമ്പറിന്റെ കാര്യത്തിലാണ് പറയുന്നത്. ഒരുപാട് പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ, യേശുവിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി കൂടുതലായിരിക്കുമല്ലോ. അതിനെപ്പറ്റിയാ പറയുന്നത്. യേശു ഒരാൾ ചെയ്യുന്നതിനേക്കാളും വളരെയധികം ആൾക്കാർ യേശുവിനെ പോലെ തന്നെ വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. അതിനെപ്പറ്റി പറയുന്നത് അങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ദൈവത്തിന്റെ കിങ്ഡം ലോകത്തിലേക്ക് വന്നത് താല്പര്യമുള്ള യേശുക്രിസ്തു, അതേ യേശുക്രിസ്തു പറയുവാണ് ഇവിടെ, നമ്മളെ നോക്കിയിട്ട് പറയുക, നിങ്ങൾ എന്റെ ഒരു ദിവസം കാണാൻ നിങ്ങൾ കൊതിക്കും, പക്ഷെ കാണാൻ സാധിക്കത്തില്ല. ഒന്ന് വിചാരിച്ചു നോക്കി, ഒരവസ്ഥ ഒന്ന് വിചാരിച്ചു നോക്കി. തന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്ത ആൾക്കാരോട് പറയുന്ന കാര്യമാണ് യേശുക്രിസ്തു പറയുക, നിങ്ങൾ എന്റെ ദിവസം കാണാൻ ആഗ്രഹിക്കുന്നത് പോലും സാധിക്കത്തില്ല. അപ്പൊ നമുക്കറിയാം എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ നമ്മളോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. എബ്രായർക്കെഴുതിയ ലേഖനം എഴുതിയിരിക്കുന്നത് പോൾ തന്നെ എഴുതിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ പോൾ വഴി ദൈവം നമ്മളോട് പറയുക, ആദ്യകാലങ്ങളിലൊക്കെ അല്ലെ, പല സമയത്ത് പല രീതിയിലും പിതാക്കന്മാരോട് ദൈവം സംസാരിച്ചുകൊണ്ടിരുന്ന പ്രോഫറ്റുമാർ വഴിയാണെങ്കിൽ ഇന്ന് ഈ അവസാനത്തെ കാലത്ത് തന്റെ മകൻ വഴി, പുത്രൻ വഴി നമ്മളോട് സംസാരിക്കുന്നു അല്ലെ. ഇപ്പൊ പുത്രൻ വഴി സംസാരിച്ചൊരു കാര്യമാണിത് അല്ലെ. ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മനുഷ്യപുത്രന്റെ ദിവസം കാണാൻ ആഗ്രഹിക്കുന്ന കാലം വരും, പക്ഷെ കാണുകയില്ല താനും എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയാകുമ്പോ എന്താ പറയുക, പ്രോഫറ്റുമാര് വഴിയും ദൈവം സംസാരിച്ചിട്ടുണ്ടാകുമല്ലോ, സെയിം കാര്യം തന്നെ അല്ലെ. അപ്പൊ ഇവിടെ ആമോസിലേക്ക് വരും 8ാമത്തെ ചാപ്റ്ററിൽ 11 തൊട്ട് 12 വരെ വാക്കുകൾ വായിക്കുന്ന ഇങ്ങനെയാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്കാണ്. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കാനെന്നുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്ത് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളിപ്പാട്. അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെ, വടക്കു മുതൽ കിഴക്ക് വരെ ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടു കിട്ടുകയുമില്ല. യഹോവയുടെ വചനം കണ്ടു കിട്ടാത്ത ഒരു സമയത്തിനെ പറ്റി ദൈവം പറയാം. നമുക്കറിയാം 1 സാമുവേലിന്റെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ ഈലായിന്റെ സമയത്ത് അവിടെ വചനം ഉണ്ടായിരുന്നു, റെവലേഷൻസ് ഉണ്ടായിരുന്നില്ല അല്ലെ. കാരണം ദൈവം സംസാരിക്കാതിരുന്ന ഒരു സമയമാണത് അല്ലെ. ദൈവത്തിന് സംസാരിക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണ്, അങ്ങനെയല്ല. പക്ഷെ ഏലിന്റെ മക്കൾ ചെയ്തു കൂട്ടി മൊത്തം മോശപ്പെട്ട കാര്യങ്ങളായിരുന്നു അല്ലെ. അന്ന് ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുഞ്ഞായിരുന്ന സാമുവേൽ വഴി ദൈവം സംസാരിക്കാൻ തുടങ്ങിയത് അല്ലെ. അതുപോലത്തെ ഒരു അവസ്ഥ ഇന്ന് ഉണ്ടാവുക ചെയ്യുന്നത് അല്ലെ. അതാ കാണുന്നത്. നമുക്കറിയാം 2 തിമോഥെയോസിലേക്ക് പോകുമ്പോൾ 4ാമത്തെ ചാപ്റ്ററിൽ ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിനും ചെവി കൊടുക്കാത്ത കെട്ടുകഥ കേൾക്കാൻ തിരയുകയും ചെയ്യുന്ന കാലം വരും. അപ്പൊ പോൾ വഴി ഇവിടെ ദൈവം എഴുതിയിരിക്കുകയാണ്, ഹോളി സ്പിരിറ്റ് ഗോഡ് പറയുവാണ്, നമ്മള് അല്ലെ, ഇതിപ്പോ തിമോത്തിക്ക് എഴുതിയ ലേഖനമൊക്കെ എഴുതിയിരിക്കുന്ന ചർച്ചിന് വേണ്ടിയല്ല. അപ്പൊ ചർച്ചിന്റെ കാര്യം ദൈവം പറയുക, നമ്മളുടെ കർണരസത്തിനനുസരിച്ച് രസത്തിനു വേണ്ടി കേൾക്കുന്ന മെസ്സേജുകൾക്ക് വേണ്ടി പാസ്റ്റർമാരെ സ്വരൂപിക്കുന്ന ഒരു കാലം വരും അല്ലെ എന്ന് പറഞ്ഞിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കുള്ള ഡോക്ട്രിൻ കേൾക്കാൻ, ശരിക്കുള്ള എന്താ പറയാ ഗോസ്പിള് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു കാലം വരുന്നു. ആൾക്കാർ അങ്ങനെയുള്ള ശരിക്കുള്ള ഗോസ്പിള് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു കാലം വരുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യമില്ല. അപ്പൊ അത് അനുസരിച്ച് പെരുമാറുന്ന ചർച്ചിന്റെ സമയവും വരുന്നു, പാസ്റ്റർമാരുടെ സമയം വരുന്നു എന്ന ദൈവം പറഞ്ഞിരിക്കുന്നു അല്ലെ. ഇന്നിപ്പോ വെസ്റ്റേൺ വേൾഡിലേക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. പല ചർച്ചുകളും യേശുക്രിസ്തുവിന്റെ ക്രൂസിഫിക്ഷനെ
ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയോ റിസറക്ഷനെ പറ്റിയോ യേശുവിന് വേണ്ടി നമ്മളൊരു വേർപാടിന്റെ ജീവിതം നയിക്കണമെന്നോ, യേശു എങ്ങനെ ഹോളി ആയിരിക്കുന്നു അതുപോലെ നമ്മൾ ഹോളി ആയിരിക്കണമെന്നോ, യേശുവിന് വേണ്ടി നമ്മൾ ജീവിക്കണമെന്നോ, യേശുവിന്റെ ഇമേജിലേക്ക് നമ്മൾ ഡേ ബൈ ഡേ നമ്മൾ ട്രാൻസ്ഫോം ഇരിക്കണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒന്നുമല്ല സംസാരിക്കുന്നത്. അതിനൊന്നുമല്ല താല്പര്യം, അല്ലെ? യേശുവിനെ ഒരു പ്രോസ്പെക്റ്റീവ് ഗോസ്പലിന്റെ ദൈവമാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. സൊസൈറ്റിയിലേക്ക് ചർച്ച ഇറങ്ങിച്ചെന്ന് സൊസൈറ്റിനെ ഇൻവേഡ് ചെയ്തുകൊണ്ട് സൊസൈറ്റിയിലെ പാപത്തിന്റെ ഇരുട്ടിനെ മായ്ച്ചു കളഞ്ഞുകൊണ്ട്, അല്ലെ, അങ്ങനെ ചർച്ച് വളരണം എന്നാണ് ആഗ്രഹിക്കുന്ന ദൈവം, അല്ലെ? സൊസൈറ്റിയിൽ ഇറങ്ങിച്ചെല്ലുന്ന ചർച്ച ആയിരിക്കണം. നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ വെളിച്ചമാകാൻ, ഈ ലോകത്തിന്റെ വെളിച്ചമാകാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വഴി ദൈവത്തിന് ഇവിടെ വർക്ക് ചെയ്യാനുണ്ട്. ദൈവത്തിന്റെ വെളിച്ചം ലോകത്തിലേക്ക് പകരാനുണ്ട് നമ്മൾ വഴി. പക്ഷെ അതിന് പകരം അതിനു വേണ്ടി നിന്ന് കൊടുക്കാതെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് യേശുവിനെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു എന്താ പറയുക, യേശുവിനെ നമ്മൾ ചിത്രീകരിക്കുന്ന ഒരു കാഴ്ച എന്ന് പല ചർച്ചിലും കാണുന്നത്. ദൈവമില്ലാത്ത പല ചർച്ചകളെ പറ്റി നമ്മൾ പറഞ്ഞു കേൾക്കുന്നു, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു കാലം വരും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? വചനത്തിന്റെ ക്ഷാമം വരും എന്നും പറയുമ്പോൾ അത് വിചാരിച്ചു നോക്കുക. 2024 വചനത്തിന്റെ ക്ഷാമം വരുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? പക്ഷെ അതാണ് വാസ്തവം. എന്ന് പറഞ്ഞാല് ഇന്റർനെറ്റിൽ എവിടെ കയറി നോക്കിയാലും, അല്ലെ, നമ്മൾക്ക് ഇഷ്ടം പോലെ ബൈബിളിന്റെ കോപ്പികൾ അത് ഇതൊക്കെ കിട്ടും. ബൈബിൾ ഗേറ്റ് വേയിലും ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ബൈബിൾ അവൈലബിൾ ആണ് ഇപ്പൊ, അല്ലെ? ഏത് വേർഷനുള്ള ഇംഗ്ലീഷ് ആണ് ഇംഗ്ലീഷ്, ഹിന്ദിയാണ് ഹിന്ദി, മലയാളമാണ് മലയാളം, ഏത് രീതിയിൽ വേണം നമുക്ക് കിട്ടുന്ന സമയം. ഇഷ്ടംപോലെ സെർമൺസ്, ഇഷ്ടംപോലെ ടീച്ചിങ്ങുകൾ നമ്മൾ യൂട്യൂബിലേക്ക് കിട്ടുന്ന സമയം, അല്ലെ? അതെല്ലാം ഉണ്ടായിട്ട് പോലും ആൾക്കാർക്ക് സമയമില്ലേ ദൈവത്തിന്റെ ഒപ്പം ഇരിക്കാനും വായിക്കാനും, അല്ലെ? ദൈവത്തിന് കൂടെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാത്തൊരവസ്ഥ. നമുക്ക് സൗകര്യങ്ങൾ കൂടി പോകുമ്പോൾ ദൈവത്തിന്റെ ഒപ്പം ഇരിക്കാൻ സമയമില്ലാത്തൊരു അവസ്ഥയാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് യേശു പറയുന്നത് തന്റെ സമയം ഒരു ദിവസം എങ്കിലും ദൈവത്തിന്റെ ഒരു ദിവസം പോലും കാണാൻ ഇല്ലാത്തൊരു സമയം വരും. ദൈവം എങ്ങനെയാണ്, യേശുക്രിസ്തു എങ്ങനെയാണ് പ്രീച്ച് ചെയ്തത്, യേശുക്രിസ്തു എങ്ങനെയാണ് ആൾക്കാരെ സുഖപ്പെടുത്തിയത്, അല്ലെ? യേശുക്രിസ്തു എങ്ങനെയാണ് കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തിയത്, അതൊന്നും കാണാൻ, അതിനൊന്നും അങ്ങനത്തെ ഒരു ചർച്ച് കാണാനില്ലാത്ത ഒരു സമയം വരും, അല്ലെ? അപ്പോസ്തലന്മാർ എങ്ങനെയാണ് അവര് പ്രീച്ച് നടത്തിയത്, അപ്പോസ്തലന്മാര് പോളും പീറ്ററും അല്ല എങ്ങനെയാണ് അവർ ചെയ്തിരുന്നത്? അങ്ങനെയൊന്നും എന്താ പറയുന്നത്, അതിനൊന്നും അവസരമില്ലാത്ത സമയം വരുന്നു, അതൊന്നും നടക്കാത്ത സമയം വരുന്നു. പീറ്റർ വഴി ദൈവം മരിച്ച ആളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, പോൾ വഴി ദൈവം മരിച്ച ആളെ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് മാത്രം, അല്ലെ, നമ്മളുടെ സമയത്ത് മാത്രം എന്തുകൊണ്ടാണ് അത് നടക്കാതിരിക്കുന്നത്? അപ്പൊ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നമ്മളിപ്പോ വന്നിരിക്കുന്നത് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ആണ്, ന്യൂ കവനന്റ് ആണ് വന്നിരിക്കുന്നത്. ഓൾഡ് കവനന്റ് സമയത്തല്ലെന്ന് വിചാരിച്ചോണം. ദൈവത്തിന്റെ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കത്തിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഓൾഡ് കവനന്റ് ആൾക്കാർ അവര് എന്താ ലോ ഓഫ് വർക്കിലായിരുന്നു, അല്ലെ? ന്യായപ്രമാണത്തിന് കീഴിൽ വന്നിരിക്കുന്നത്. ന്യായപ്രമാണത്തെക്കാളും പവർഫുൾ ആണല്ലോ യേശുവിന്റെ രക്തം, അതറിയാമല്ലോ. യേശുവിന്റെ രക്തം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പുതിയ കവനന്റ് എന്ന് പറയുന്നത്, പുതിയ നിയമം എന്ന് പറഞ്ഞാൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾക്ക് ഹോളി സ്പിരിറ്റ് ഗോഡ് ഉണ്ട് നമ്മുടെ ഉള്ളിലെന്ന് വിചാരിച്ചു, ഹോളി സ്പിരിറ്റ് ഗോഡ് സ്ഥിരമായിട്ട് താമസിക്കുന്നത് നമ്മുടെ ഉള്ളിൽ. അപ്പൊ നമ്മളുടെ ഒരു ലെവല്, അല്ലെ, ഒരു സ്പിരിച്വൽ ലെവൽ അത്രമാത്രം ഉയർന്നത് ആയിരിക്കണമല്ലോ. നമ്മൾ ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവം, അല്ലെ? പക്ഷെ അത് ഇന്ന് കുഷ്ഠരോഗികളെ അന്ന് സുഖപ്പെടുത്തിയിരിക്കുന്ന ദൈവം. പക്ഷെ ഇന്ന് ചർച്ചിലേക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾക്ക് ദൈവം ചെയ്ത ഒരു പ്രവൃത്തികളും കാണാൻ സാധിക്കുന്നില്ല, അല്ലെ? ദൈവത്തിന്റെ വചനം പോലും നേരെ ചൊവ്വേ കാണാൻ സാധിക്കാത്ത ഒരു കാഴ്ച, ദൈവത്തിന്റെ വചനം പോലും നേരെ ചൊവ്വേ പ്രീച്ച് ചെയ്യാൻ സമയമാണ് നമ്മൾ കാണുന്നത്, അല്ലെ? ഇനി അങ്ങോട്ട് വരുന്ന കാലങ്ങളിൽ ഇതിനേക്കാളും മോശമായിരിക്കും. അപ്പൊ അതാണ് യേശു പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് പറയുന്നത് ദൈവത്തിന്റെ ഒരു സമയം, ദൈവത്തിന്റെ ഒരു ദിവസം പോലും നമുക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കാണാൻ സാധിക്കാത്ത ഒരു സമയത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഇന്നത്തെ ജനറേഷൻ ദൈവത്തിന്റെ വചനം റീച്ച് ചെയ്യാൻ എന്താ പറയുക താല്പര്യമില്ലാത്തവരാണെങ്കിൽ, ഇനി വരുന്ന ജനറേഷൻ, നമ്മളുടെ കുഞ്ഞുങ്ങളും അവരുടെ കാലവും വരുമ്പോ എങ്ങനെ അവരെങ്ങനെ വചനം കേൾക്കും, അല്ലെ? അവരെങ്ങനെ യഥാർത്ഥത്തിലുള്ള യേശുവിനെ പറ്റി അവർക്ക് എങ്ങനെ മനസ്സിലാകും? യഥാർത്ഥത്തിലുള്ള യേശുവിനെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ, അല്ലെ? പറഞ്ഞു കൊടുക്കാതെ എങ്ങനെ അവർക്ക് കാര്യം മനസ്സിലാകും? ചർച്ചകളിൽ പ്രോബ്ലം ഉണ്ടാകും. ചർച്ചകളിൽ പ്രോബ്ലം ഇല്ല എന്ന് നമുക്ക് ഒരു കാലത്തും പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോ കൊരിന്ത്യൻ ചർച്ച എടുത്ത് നോക്കി കഴിയുമ്പോൾ മാക്സിമം എന്താ പറയുക സ്പിരിച്വൽ ഗിഫ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചർച്ച ആയിരുന്നു.
പക്ഷെ പോൾ അവരോട് പറഞ്ഞതെന്ന് വെച്ചാല്, എനിക്ക് നിങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന രീതിയിൽ പോലും എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റത്തില്ല. നേരത്തെ പറ്റത്തില്ല, ഇപ്പോഴും സംസാരിക്കാൻ പറ്റത്തില്ല എന്നാ പോൾ പറഞ്ഞിരിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അവരിപ്പോഴും ബേബി ക്രിസ്ത്യൻസ് ആയിട്ട് തന്നെ നടക്കുക, അല്ലെ? അവർ ആ ജഡത്തിന്റെ സ്വഭാവത്തിലാണ് നടക്കുക. ചർച്ചിനകത്ത് നടച്ച ഡിവിഷൻ, ചർച്ചിനകത്ത് എന്താ പറയണേ, സെക്ഷൽ ഇമ്മോറാലിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു. ചർച്ചിനകത്ത് ഐഡിയൽസിന് കൊടുത്ത എന്താ പറയുക, വിഗ്രഹത്തിന് പൂജയ്ക്ക് കൊടുത്ത ഭക്ഷണം കഴിക്കുന്നവർ, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുക്കുന്ന പല പ്രശ്നങ്ങൾ, ഭയങ്കര പ്രശ്നങ്ങൾ ചർച്ചിന്റെ അകത്ത്. പോൾ വഴി ദൈവം സ്ഥാപിച്ച ചർച്ചാണിത്. പോളായിരുന്നു കൊരിന്ത്യൻ ചർച്ചിന്റെ എന്താ പറയാ സ്പിരിച്വൽ ഫാദർ എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചർച്ചിൽ, പോൾ വഴി സൃഷ്ടിച്ച ചർച്ചിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഇപ്പോഴുള്ള ചർച്ചുകൾ പ്രശ്നം ഉണ്ടാകാതിരിക്കുമോ? അല്ലെ? പ്രശ്നങ്ങൾ ഉണ്ടാവും. ചർച്ചിൽ പ്രശ്നം ഉണ്ടാകില്ല എന്ന് ദൈവം ഒരിക്കൽ പോലും പറയുന്നില്ല. പക്ഷേ ആ പ്രശ്നം കൂടുതലുള്ളപ്പോ ദൈവത്തിലേക്ക് അടുക്കണം, ദൈവത്തിലേക്ക് വരണം, യേശുക്രിസ്തുവിലേക്ക് വരണം. പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കുന്നത് ദൈവത്തിന് മാത്രമാണ്. ദൈവത്തിന്റെ കൗൺസിൽ നമ്മൾ സീക്ക് ചെയ്തുകൊണ്ട്, ദൈവത്തിന്റെ ഉപദേശത്തിൽ നിന്ന് കേട്ടുകൊണ്ട്, അങ്ങനെ യേശുവിനെ പോലെ ആകാൻ വേണ്ടി ഡേ ബൈ ഡേ നമ്മൾ ശ്രമിച്ചുകൊണ്ട്, അല്ലെ? നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ ജീവിച്ചു പോകാതെ, ജഡത്തിന്റെ സ്വഭാവത്തിൽ യേശു പറഞ്ഞ പോലെ ജഡത്തിന്റെ സ്വഭാവത്തിനെ ഓരോ ദിവസം കൊന്നുകൊണ്ട്, അല്ലെ, നശിപ്പിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, അല്ലെ, മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് യേശുവിനെ പോലെ ആയിത്തീരാൻ പറ്റും. അപ്പോൾ ദൈവത്തിന്റെ രാജ്യം നമുക്ക് ഇടയിലേക്ക് വരിക തന്നെ ചെയ്യും. ദൈവത്തിന്റെ രാജ്യം കൊണ്ടുവരുന്ന വ്യക്തികളാകട്ടെ നമ്മൾ, അല്ലെ? അല്ലാതെ എന്താ പറഞ്ഞ നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ഒരു പ്രീച്ചിങ് ഒക്കെ നടക്കുന്ന ഒരു ചർച്ച ആകാതിരിക്കട്ടെ നമ്മൾ, അല്ലെ? ഗലേഷ്യർക്കെത് ലേഖനത്തിൽ, ഗലാത്യർക്കെത് ലേഖനത്തിൽ 1-ാമത്തെ ചാപ്റ്ററിൽ ഇങ്ങനെയാ പോൾ വഴി ദൈവം പറഞ്ഞിരിക്കുന്നത്. പോൾ ഞങ്ങള് പ്രീച്ച് ചെയ്ത ഗോസ്പൽ അല്ലാതെ വേറെ ഏത് ഗോസ്പൽ, ഇപ്പൊ ഏഞ്ചൽസ് വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും, മാലാഖമാര് ഡയറക്റ്റ് ആയിട്ട് വന്നെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും, ഇനി ഞങ്ങള് തന്നെ സംസാരിച്ചാലും അത് അവൻ ശപിക്കപ്പെട്ടവരാണ്, സംസാരിക്കുന്ന ആൾക്കാർ. അപ്പൊ പോൾ പ്രീച്ച് ചെയ്ത ഗോസ്പൽ അതാ, യേശുക്രിസ്തുവിന്റെ മരണത്തെ പറ്റിയും, യേശുക്രിസ്തുവിന്റെ രക്തത്തെ പറ്റിയും, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയും, അല്ലെ, അവന്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയും, നമ്മൾ ചർച്ച് എടുക്കപ്പെടുന്നതിനെ പറ്റിയും, നമ്മൾ പരിശുദ്ധമായിട്ടുള്ള ജീവൻ നയിക്കണം എന്നതിനെ പറ്റിയും, അല്ലെ? അങ്ങനെയുള്ള ഗോസ്പലാണ് പോൾ പറഞ്ഞത്. ഫ്രീലി ആയിട്ട് റിസീവ് ചെയ്യുന്ന, ഫ്രീലി ആയിട്ട് കൊടുക്കാൻ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരെ പ്രീച്ച് ചെയ്യാൻ വേണ്ടി വിട്ടപ്പോ എങ്ങനെയാ സംസാരിച്ചിരിക്കുന്നത്? അവരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എല്ലാ വില്ലേജിലും പോയിട്ട് പ്രീച്ച് ചെയ്യണം, ദൈവത്തിന്റെ രാജ്യത്തെ പറ്റി പ്രീച്ച് ചെയ്യണം. നിങ്ങൾ അസുഖമുള്ളവർ അസുഖം ഹീലാക്കണം, ഡീമൺസിനെ കാസ്റ്റ് ഔട്ട് ചെയ്യണം, ലെപ്രസി ഉള്ളവർ അത് ഹീലാക്കണം, അല്ല, മരിച്ചവർ ഉയർപ്പിക്കണം. പിന്നെന്താ, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും, നിങ്ങൾ ഫ്രീ ആയിട്ട് സംസാരിക്കണം, ഫ്രീ ആയിട്ട് നിങ്ങൾ കൊടുക്കണം. അതാണ് ദൈവത്തിന്റെ കിങ്ഡം, അല്ലെ? അല്ലാതെ എനിക്ക് ഇങ്ങോട്ട് കിട്ടട്ടെ, കുറച്ച് തയ്ത്ത് കൊടുത്തോ, തയ്ത്ത് കൊടുക്കണമെന്നല്ല പറയുന്നത്, തയ്ത്ത് കൊടുക്കണം എന്നാണ് ദൈവം പറയുന്നത്. പക്ഷെ കുറേയധികം രൂപ ഇങ്ങ് കൊടുത്തോ, കുറച്ചധികം മണിയും കൊടുത്തു, നിങ്ങൾക്ക് അമുക്കി കുലുക്കി ദൈവം അങ്ങോട്ട് തരാൻ പോവാണ്, അല്ലെ? നിങ്ങൾ ഇത്രയധികം ചെയ്തു കഴിഞ്ഞാൽ അത്രയധികം ദൈവം അങ്ങോട്ട് തരും. അങ്ങനെ നടക്കുന്നു. അങ്ങനത്തെ ഒരു പ്രീച്ചിങ്ങിനെ പറ്റിയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ദൈവം അനുഗ്രഹിക്കുമോ? അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ഫൈനാൻഷ്യലി അനുഗ്രഹിക്കുമോ? അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പക്ഷെ അത് നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത് കൊണ്ടല്ല, അല്ലെ? നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ മനസ്സുള്ള ആൾക്കാർക്ക് ദൈവം തരും. കാരണം ദൈവത്തിന്റെ വർക്ക് നടന്നു പോകുമല്ലോ, അല്ലെ? പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് ദൈവം കൊടുക്കുക തന്നെ ചെയ്യും, അല്ലെ? അവരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. കാരണം ദൈവത്തിന്റെ വർക്ക് അതിലേക്കൂടെ നടന്നു പോകും. പിന്നെ നമ്മൾ അനുഗ്രഹിക്കുകയും ചെയ്യും. നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നത്, നമ്മളെ പണക്കാരാക്കുന്നത് നമ്മൾ എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടില്ല. ദൈവത്തിന്റെ മനസ്സതാണ്. നമ്മളെ അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിന്റെ സകല ഏരിയയും പ്രോസ്പെറസ് ആയിരിക്കണം, വൃത്തിയായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മൾ ഒന്നും അങ്ങോട്ട് ചെയ്യുന്നോണ്ടല്ല നമ്മുടെ ദൈവം ഇങ്ങോട്ട് നമുക്ക് ചെയ്തു തരുന്നത്. അതാണ് അവന്റെ മനസ്സ്. നമ്മുടെ പിതാവാണ്, അല്ലെ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം നന്മ വരണം നമ്മൾ ആഗ്രഹിക്കുക. അതുപോലെയല്ലേ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് സ്വന്തം മകനെ നമ്മൾക്ക് വേണ്ടി കൊന്ന ദൈവമാണ് പിതാവ്, അല്ലെ? നമ്മൾക്ക് വേണ്ടി ക്രൂസിലേക്ക് ഏറ്റപ്പെട്ട ആളാണ് യേശുക്രിസ്തു. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുമോ? നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടല്ല ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഒപ്പം ഉള്ളത്. ദൈവം അങ്ങോട്ട് നമ്മളെ സ്നേഹിക്കുക. ദൈവം നമ്മളെ എന്തിനാണ് സ്നേഹിക്കുക എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. എബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു, അല്ലെ? എബ്രഹാമിന്റെ ഫാമിലിപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ എബ്രഹാമിന്റെ മനസ്സ് ദൈവത്തിന്റെ ഒപ്പമായിരുന്നു. എബ്രഹാമിന് ഇഷ്ടമായിരുന്നു, ദൈവത്തിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. എബ്രഹാമിന്റെ ഫാമിലിയിലാക്കി നമ്മൾ ആക്കപ്പെട്ടിരിക്കുന്നു. എബ്രഹാം നമ്മുടെ സ്പിരിച്വൽ ഫാദറാണ്. അങ്ങനെയാകുമ്പോൾ എബ്രഹാമിന്റെ മക്കളെപ്പോൾ തന്നെ നമ്മൾ ബിഹേവ് ചെയ്യണ്ടേ? യേശുവിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാകണ്ടേ, അല്ലെ? യേശുവിന്റെ ഗോസ്പൽ നമ്മൾ സംസാരിക്കുന്നവരാകണ്ടേ?
യേശുവിന്റെ ഗോസ്പൽ മാത്രം സംസാരിക്കേണ്ടവരാകണ്ടേ. നമ്മുടെ ഇഷ്ടത്തിന് പ്രകാരമുള്ള ഒരു ഗോസ്പൽ സംസാരിക്കുന്ന വ്യക്തികളാകരുത്. അതിനുവേണ്ടിയല്ല നമ്മുടെ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്, അല്ലെ? അങ്ങനെയാകുമ്പോ നമ്മള് ദൈവത്തിന്റെ ഗോസ്പല് സംസാരിക്കുമ്പോ ദൈവത്തിന്റെ വചനത്തിലുള്ള എന്താ പറയാ ഫാമിനോ വരൾച്ചയോ ദൈവത്തിന്റെ ദിവസം കാണാനില്ല എന്നുള്ളൊരു അവസ്ഥയോ വരത്തില്ല, അല്ലെ? ദൈവത്തിനോട് നിൽക്കുന്നതിനുള്ള ആൾക്കാരുള്ളപ്പോ പോളിനോടും പീറ്ററിന്റെയും ആ സമയത്തൊക്കെ ഇങ്ങനെ ദൈവത്തിന്റെ ദിവസം ഇല്ലെന്നുള്ള എന്നത് നടന്ന കാര്യമാണ്, അല്ലെ? അവരവരെ ജീവൻ കൊടുത്തിട്ട് അവരാണ് ദൈവത്തിനെ സ്നേഹിച്ചത്, അല്ലെ? അപ്പോ അങ്ങനെ പോൾ പറയുന്ന പോലെ എനിക്ക് എങ്ങനെയാണെങ്കിലും എനിക്ക് അവനിലായിരിക്കണം, അല്ലെ? എനിക്ക് അവന്റെ മരണത്തിൽ കൺഫേംഡ് ആയിരിക്കണം എന്ന് വെച്ചാൽ എനിക്കും അവനെ പോലെയാകണം. അവന്റെ മരണത്തെ പോലെ തന്നെ ആയിരിക്കണം എന്റെ മരണം, അല്ലെ? ഞാൻ അവനിലായിരിക്കണം എന്നുള്ള ആറ്റിറ്റ്യൂഡുമായിട്ട് എത്ര പേരുണ്ടെന്ന് നമ്മുടെ ചർച്ചയിൽ, എത്ര പേരുണ്ട് നമ്മുടെ ഇടയിൽ. നമ്മളോട് തന്നെ ചോദിക്കേണ്ട കാര്യമാണ്. ഞാൻ എന്നോടാ സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്, അല്ലെ? അപ്പോ നമ്മൾ യേശുവിന് വേണ്ടി നിൽക്കുന്ന വ്യക്തികളാകട്ടെ. അവനിൽ നിന്ന് കിട്ടുന്ന നന്മേനെ ഓർത്ത് മാത്രം, അവനിൽ നിന്ന് കിട്ടുന്ന ബ്ലെസ്സിങ്ങിനെ ഓർത്ത് മാത്രം അവന്റെ പുറകെ ചെല്ലുന്ന ആൾക്കാരാകട്ടെ. അവന് വേണ്ടി അവന്റെ പുറകെ അവനെ ഫോളോ ചെയ്യുന്നവരാകട്ടെ. യേശുവിന് വേണ്ടി യേശുവിനെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാകട്ടെ. അതാണ് എനിക്കിത് പറയാനുള്ള. പക്കം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവ്, താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ സ്നേഹം പോലെ സ്നേഹമല്ല കർത്താവെ. അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ അങ്ങനെ ഫോളോ ചെയ്യട്ടെ, അങ്ങയ്ക്ക് വേണ്ടി ഞങ്ങൾ ജീവിക്കട്ടെ കർത്താവെ. എങ്ങനെയും വല്ല വിധേനയും ദൈവമേ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങൾക്ക് അങ്ങനെ കിട്ടിയേ മതിയാവത്തുള്ളൂ കർത്താവെ. അങ്ങയുടെ കൂടെ അല്ല ഞങ്ങളെങ്കിൽ ഞങ്ങളുടെ ജീവൻ നശിച്ചു പോകത്തില്ല ദൈവം. അങ്ങയുടെ ജീവൻ കർത്താവ്, അങ്ങയുടെ കയ്യിലാണ് കർത്താവ്. ലോർഡ് ഫാദർ ഗാഡ്, റിസറക്ഷൻ ഉള്ളത് കർത്താവ്. അങ്ങാണ് റിസറക്ഷൻ ഗോഡ്, മൈറ്റി ഫാദർ ഗാഡ്. നിത്യജീവന്റെ വചനമുള്ള അങ്ങയിൽ മാത്രമാണ് കർത്താവെ. ഞങ്ങൾ അങ്ങയുടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിത്യജീവനേ ഇല്ല. താങ്ക് യു ജീസസ് മാസ്റ്റർ. സ്നേഹിക്കാൻ ഒരു മനസ്സ് തന്നെ, അങ്ങനെ സ്നേഹിക്കാൻ ഒരു മനസ്സ് തന്നെ കർത്താവ്. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ടെന്ന് ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.